എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഒരു 3-4 ഷെയർ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ചാൻസ് കിട്ടുന്ന ഒരു 3-4 ഷെയർ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷെയർ ഒന്ന് പറഞ്ഞു തരാമെന്നോർത്ത് ഇടുന്ന വീഡിയോ ആണ്. ഇതിന് മുന്നിൽ ഞാൻ ഇട്ടിരുന്ന വീഡിയോ ഇതൊക്കെ നേരത്തെ ഉള്ള ഷെയർസിൻ്റെ പെർഫോമൻസാണ്. ഇത് കാണുമ്പോൾ അറിയാം. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ കൊടുത്തിട്ടുള്ള ഷെയറുകളാണ് ഇതൊക്കെ. ഇപ്പം 3-ാം തീയതി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ച 5 ഷെയർ. അപ്പം ഇതിൽ ഈ 2 ഷെയർ ഞാൻ പറഞ്ഞ റേഞ്ചിൽ ബൈ വന്നില്ല. AU ബാങ്ക് ഇന്ന് അതിൻ്റെ റേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 595, 610 എന്നുള്ള റേഞ്ച് ഞാൻ കുറച്ചിട്ട് 600, 590 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ വീഡിയോ ഇട്ടതിൻ്റെ താഴെ ഞാൻ കമൻറ്റ് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത് ആ റേഞ്ച് വന്നിട്ടുണ്ട്. ഒരു 600, 590 റേഞ്ചിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനോട് നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് വീക്ക്നെസ് കാണിക്കുന്നുണ്ട് മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ അധികം വെയിറ്റ് ചെയ്യരുത്. നമുക്കൊരു 5 to 10% പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് മാറുക. അപ്പോൾ ഇതിൽ ഈ VST ടില്ലേഴ്സ് ഞാൻ പറഞ്ഞ റേഞ്ചാണിത്. അതിനുശേഷം അത് 3000-ന് താഴെ ഒരു പ്രാവശ്യം വന്നു. അപ്പം ഞാനത് 3000 റേഞ്ച് എടുത്തു. അതിനുശേഷം അതിൻ്റെ ഇന്നത്തെ ഹൈ ആണത് 3177. അതിനുശേഷം മാന്യവാർ എന്ന് പറയുന്ന ഷെയർ ഈ റേഞ്ചാണ് തന്നിട്ടുള്ളത്. ആ റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അത് ഇന്ന് 1011.40 ഹൈ അടിച്ചിട്ടുണ്ട്. മെട്രോ ബ്രാൻഡ് 1030, 1080 റേഞ്ച് വന്നിട്ടുണ്ട്. 1030 റേഞ്ച് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 മിനിറ്റ് 3-ാം തീയതി കഴിഞ്ഞതിന് ശേഷം മെട്രോ ബ്രാൻഡ് ഒരു ഡേ ക്യാൻഡിൽ നോക്കാം. ഇതിൻ്റെ 6-ാം തീയതിത്തെ ക്യാൻഡിലാണ്. ഇതിൻ്റെ ലോ എന്ന് പറയുമ്പോൾ 1021. ഇവിടെ നോക്കിയാൽ അതിൽ എല്ലെന്ന് കാണിക്കുന്ന ലോ 1021. അപ്പോൾ നമ്മൾ പറഞ്ഞ റേഞ്ചിലും താഴെ വന്നു. 1030 റേഞ്ച്, 1030-80 റേഞ്ച്, 1021 വരെ വന്നിട്ട് അപ്പോൾ നമ്മളിവിടെ താഴെ വരുന്ന റേഞ്ച് നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല. 1030 റേഞ്ച്, ആ റേഞ്ചിലെടുത്തായിരുന്നെങ്കിൽ, അല്ല 1030, 40 റേഞ്ചിലെടുത്തായിരുന്നെങ്കിൽ 1115 ഇന്നത്തെ ഹൈ. ഏകദേശം 85 റുപ്പീസ്. മാന്യവാറിനകത്ത് ഒരു 50 റുപ്പീസ്, 177 അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടിലെ ഈ AU ബാങ്ക് ഇന്ന് ബൈ റേഞ്ചിലായിട്ടുണ്ട്. അപ്പോൾ അതൊരു 595 റേഞ്ചിലുണ്ട്. അപ്പോൾ അതിന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എത്രയായിട്ടുണ്ടെന്നുള്ള കാര്യം. അതിൻ്റെ മൂവ്മെൻറ്റ് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷന് അധികം പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിച്ച് ഇരിക്കരുത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്. പക്ഷേ ഷെയറിനകത്ത് വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഒരു 5 to 10% പ്രോഫിറ്റ് കിട്ടുന്ന ഷെയറിൽ നിന്ന് വിറ്റ് മാറുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു 3-4 ഷെയർ ഉണ്ട്. അത് നോക്കാം നമുക്ക്. പഞ്ചാബ് കെമിക്കൽ എന്ന് പറയുന്ന ഒരു ഷെയർ. പഞ്ചാബ് കെമിക്കൽ ഇന്നത്തെ ക്ലോസിങ് 984. ഇത് ഈ റേഞ്ചിലും ബൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഈ 984-നും ബൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കണം. ഈ റേഞ്ചിൽ ബൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഇത് ഈ 969, അത് 950 റേഞ്ചിലോട്ട് വരാനും ചാൻസ് ഉണ്ട്. ഈ റേഞ്ച് വരാൻ വരെ ചാൻസ് 930. നമ്മൾ ഇവിടുന്ന് എന്തായാലും ഒരു ബൗൺസ് കിട്ടും. മുകളിലോട്ടൊരു 950, 60 റേഞ്ച് വന്നാലും അവിടുന്ന് ഒരു ബൗൺസ് കിട്ടി. എൻ്റെ ഒരു കണക്കൂട്ടിട്ട് ഈ റേഞ്ച് വരും. ഈ 1080 റേഞ്ചിലെങ്കിലും ചാൻസ് കിട്ടും. നമ്മൾ ഇപ്പം 984, നാളെ 984 കിട്ടുവാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. താഴോട്ട് വരികയാണെങ്കിൽ ആഡ് ചെയ്ത് 950 വരെ ആഡ് ചെയ്താൽ മതി. 950 വരെ ആഡ് ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം പിന്നീട് ഒരു 10% താഴെ പോകണമെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കുക. 10% പോവില്ല. അഥവാ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ
പ്രോഫിറ്റ് പെട്ടെന്ന് കിട്ടുവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഈ റേഞ്ചിൽ നിന്ന് ഒരു ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. 984 റേഞ്ചിൽ നിന്ന് 984 തൊട്ട് 950 റേഞ്ച് വരെ. ഈ 984ലും ബൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതിനുശേഷം UPL എന്ന് പറയുന്ന ഷെയർ. UPL ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ ഇങ്ങനെ വരച്ചിട്ടേക്കുക ഓരോ റേഞ്ചുകൾ. UPL ഇപ്പോഴത്തെ റേഞ്ച് 465. ഈ 465 വേണമെങ്കിലും ബൈ ചെയ്യാം. ചിലപ്പോൾ ഒരു 1 മന്തൊക്കെ ചിലപ്പോൾ വെക്കേണ്ടി വരും. എന്നാലും ഒരു 450, 465 റേഞ്ചിൽ ഈ ഷെയർ ബൈ ചെയ്യാം. നല്ല ക്വാളിറ്റി കമ്പനിയാണ്. അതുപോലെ ലോങ് ടൈം വേണമെങ്കിലും നമുക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ UPL എന്ന് പറയുന്ന ഷെയർ ഇപ്പം റീസെൻ്റായിട്ട് വന്നിട്ട് കണ്ടിന്യൂസ് ഇത് കണ്ടില്ലേ, ഈ റേഞ്ചിൽ നിന്ന് താഴെ പോയതാണ്. ഇത് ഏതാ റേഞ്ച്? 865. അത് നമുക്ക് കൂട്ടണ്ട. 2021, 2023 റേഞ്ച് നോക്കാം. 782, 800 റേഞ്ച് എന്നാണ് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് 465, 450 റേഞ്ചിൽ നിന്ന് ഇവിടുന്ന് ഒരു ബൗൺസ് കിട്ടാൻ ചാൻസ് കൂടുതൽ. ഇവിടുന്ന് ഒരു ബൗൺസ് കിട്ടുവാണെങ്കിൽ ഈ ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും. നമ്മുടെ ഇഷ്ടമാണ് എവിടെയാണ് ടാർഗറ്റ് വെക്കുന്നത്. ഇപ്പം 465 കിട്ടിയാൽ 500 റേഞ്ച് വരുമ്പോഴും വിൽക്കാം, കുഴപ്പമൊന്നുമില്ല. 5% കിട്ടിയാൽ പോരെ നമുക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഷെയർ UPL, ആദ്യത്തെ പഞ്ചാബ് കെമിക്കൽ, അതിനുശേഷം മൂന്നാമത്തെ ഷെയർ ദേവയാനി. ഈ ഷെയറുകളെല്ലാം ഈ റീസെൻ്റ് റിസൾട്ടിലാണ് ഇതെല്ലാം താഴെ പോയിരിക്കുന്നത് കൂടുതലും. ദേവയാനി ഇൻ്റർനാഷണൽ എന്ന ഷെയർ ഇപ്പോൾ റീസെൻ്റ് ഹൈ 226 എന്നാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. 152 റേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഷെയർ ഈ 150, 140 റേഞ്ചിൽ അക്യുമുലേറ്റ് ചെയ്യുക. ഈ ഷെയർ 150 കിട്ടും. നാളെ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇന്നത് ലോ എത്ര അടിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ്. ഇന്നത്തെ ലോ 152. അപ്പോൾ നാളെ ചിലപ്പോൾ പ്രാവശ്യം ഒരു 155 റേഞ്ചിലൊക്കെ ഓപ്പൺ ആയിട്ട് നേരെ വന്ന് ഈ ലോ അടിച്ചിട്ട് തിരിച്ച് കയറും. അങ്ങനെ കയറുന്ന ഷെയറിനകത്ത് നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു പ്രാവശ്യം 148 റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ റേഞ്ചിലെടുത്താലും ബൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ റീസെൻ്റ് റിസൾട്ട് താഴെ പോയ ഷെയർ അതിൻ്റെ ഇവിടെ 183 ഇത്ര റേഞ്ചിൽ പെട്ടെന്ന് പോയതാണ്. ഈ 150, 140 റേഞ്ചിൽ അക്യുമുലേറ്റ് ചെയ്യുക ഈ ഷെയർ ദേവയാനി ഇൻ്റർനാഷണൽ. അതിനുശേഷം അത് നേരത്തെ കൊടുത്തിട്ടുള്ളത് AU ബാങ്ക് എന്ന് പറയുന്നത്, അത് ബൈ റേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഇന്നത് ബൈ റേഞ്ച് വന്നിട്ടുണ്ട്. ഈ 600 റേഞ്ച്, 600, 590 റേഞ്ചാണ് അതിൻ്റെ ഒരു ബൈ റേഞ്ച്. ആ റേഞ്ചിൽ നിന്നൊരു ബൗൺസ് കിട്ടും. അതിന് ശേഷം പിന്നെ ഒരു വീക്ക്നെസ് കാണിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഈ റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉള്ളത്. അഥവാ മൊത്തത്തിൽ സെക്ടർ വൈസ് വീക്ക്നെസ് വന്നാൽ ആ ഒരു ബൗൺസിന് ശേഷമായിരിക്കാം ഈ റേഞ്ചിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ 4 ഷെയർ പറഞ്ഞിട്ടുണ്ട്. 1 ദേവയാനി ഇൻ്റർനാഷണൽ, 2 പഞ്ചാബ് കെമിക്കൽ, 3 UPL, 4 വന്നിട്ട് AU ബാങ്ക്. AU ബാങ്ക് ഇപ്പോഴേ നേരത്തെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നേരത്തെ കണ്ടിട്ടുള്ള വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ പിന്നെ നേരത്തെയുള്ള ഇത് ഡീറ്റെയിൽസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനലാണിത്. ഇതിൽ പോവാം. ഇതിൽ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പ്ലേ ലിസ്റ്റിലെ ഷോർട്ട് ടൈം ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലായിരിക്കും ഈ ഷോർട്ട് ടൈം കോൾസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇപ്പോൾ ഒരു ഷെയറൊക്കെ ഉള്ളെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഡെയിലി ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഷോർട്ട് സെല്ലിന് കൊടുക്കുന്ന വീഡിയോയിൽ ചില സമയത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ കാണും
ഇൻട്രാഡേ ട്രേഡിംഗ് കോൾസ് ആൻഡ് ഷോർട്ട് ടൈം കോൾസ് എന്ന് പറഞ്ഞ് കാണും അതിൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനോടെ മനസ്സിൽ വെക്കുക. അതിൻ്റെ അനുസരിച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു 5 to 10% പ്രോഫിറ്റ് കിട്ടുമ്പോൾ വിറ്റ് മാറുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മോശമല്ലാത്ത പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.